Dear students, welcome to Learner's World. In this video, I'm going to talk about a brief history of the English language, Introduction to Language and Linguistics, FAUGP, Semester 5, BA English Language and Literature, Calicut University. Summary of a brief history of the English language. ഇംഗ്ലീഷ് ഭാഷയുടെ ചരിത്രത്തിൻ്റെ ഒരു ചുരുക്കരൂപമാണ് ഇവിടെ പറയുന്നത്. ഇംഗ്ലീഷ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി സ്പോക്കൺ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജസ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുകയും ഏറ്റവും പ്രാധാന്യം അർഹിക്കുകയും ചെയ്യുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ടുഡേ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷൻ, സയൻസ്, ടെക്നോളജി, ബിസിനസ്, ലോ, ഗവൺമെൻറ്, മീഡിയ ആൻഡ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ. ഇന്ന് അത് ഒരുപാട് മേഖലകളിൽ എഡ്യൂക്കേഷൻ, സയൻസ്, ടെക്നോളജി, ബിസിനസ്, ലോ, ഗവൺമെൻറ്, മീഡിയ, അതുപോലെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ, അന്താരാഷ്ട്ര ആശയവിനിമയം നടത്താനൊക്കെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട്. മില്യൺസ് ഓഫ് പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ആസ് ദെയർ ഫസ്റ്റ് ലാംഗ്വേജ് വൈൽ മില്യൺസ് മോർ ലേൺ ഇറ്റ് ആസ് എ സെക്കൻഡ് ഓർ ഫോറിൻ ലാംഗ്വേജ്. അതായത് ദശലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷിനെ മാതൃഭാഷയായിട്ട് സംസാരിക്കുന്നുണ്ട്, അവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇതിനെ രണ്ടാം ഭാഷയായിട്ട് അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ്, വിദേശ ഭാഷയായിട്ട് പഠിക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ ദ മെയിൻ ലാംഗ്വേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, റിസർച്ച്, ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ദ ഇൻ്റർനെറ്റ്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ ഗവേഷണത്തിൻ്റെയും അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ പ്രധാന ഭാഷയായിട്ട് മാറിയിട്ടുണ്ട്. However, English did not develop suddenly. It evolved slowly over many centuries through migration, invasions, trade, religion, education and political changes. ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് രൂപപ്പെട്ടതല്ല. കുടിയേറ്റം, അധിനിവേശങ്ങൾ, വ്യാപാരം, മതം, വിദ്യാഭ്യാസം, രാഷ്ട്രീയ മാറ്റങ്ങൾ എന്നിവയുടെ സ്വാധീനത്തിൽ നൂറ്റാണ്ടുകളായിട്ട് വളർന്ന് വികസിച്ച ഒന്നാണ് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത്. Linguists divide the history of English into three major periods: Old English, Middle English and Modern English. ലിംഗ്വിസ്റ്റുകൾ, ഭാഷാശാസ്ത്രജ്ഞർ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററിനെ ത്രീ മേജർ പീരിയഡ്സ് ആയിട്ട്, 3 കാലഘട്ടമായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ്. Old English was spoken from about 450 AD to 1100 AD. It began when 3 Germanic tribes, the Anglo-Saxons and Jutes, migrated from northern Europe and settled in Britain. Their dialects mixed together and formed Old English, also called Anglo-Saxon. Old English എന്ന് പറയുന്നത് 450 to 1100 AD ആണ്. മിഡിൽ ഇംഗ്ലീഷ് 1100 to 1500 AD ആണ്. മോഡേൺ ഇംഗ്ലീഷ് 1500 AD മുതൽ ഇന്ന് വരെ ആണ് ഉള്ളത്. 5-ാം നൂറ്റാണ്ടിൽ ആംഗിൾസ്, സാക്സൺസ്, ജൂട്ട്സ് എന്നീ ജർമ്മനിക് ഗോത്രങ്ങൾ ബ്രിട്ടനിൽ കുടിയേറിയപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. അവരുടെ പ്രാദേശിക ഭാഷകൾ ചേർന്നാണ് ആംഗ്ലോ സാക്സൺസ് അഥവാ ഓൾഡ് ഇംഗ്ലീഷ് ഉണ്ടായത്. ഓൾഡ് ഇംഗ്ലീഷ് വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ദ ഇംഗ്ലീഷ് വി സ്പീക്ക് ടുഡേ. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഇംഗ്ലീഷിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉള്ളതായിരുന്നു ഓൾഡ് ഇംഗ്ലീഷ്. ഇറ്റ് ഹാഡ് ഡിഫിക്കൽട്ട് ഗ്രാമർ ആൻഡ് പ്രൊനൗൺസിയേഷൻ, ബട്ട് മെനി എവരിഡേ വേർഡ്സ് സച്ച് എസ് ഫാദർ, മദർ, ഹൗസ്, ഫുഡ്, വാട്ടർ ആൻഡ് ഫുഡ് കം ഫ്രം ഓൾഡ് ഇംഗ്ലീഷ്. അതിൻ്റെ ഗ്രാമറും പ്രൊനൗൺസിയേഷന്, ഉച്ചാരണമൊക്കെ വളരെ സങ്കീർണമായിരുന്നു. എന്നിരുന്നാലും ഫാദർ, മദർ, ഹൗസ്, ഫുഡ്, ഹാൻഡ്, ഫുഡ് തുടങ്ങിയിട്ടുള്ള ദൈനംദിന വാക്കുകൾ ഓൾഡ് ഇംഗ്ലീഷിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓൾഡ് ഇംഗ്ലീഷ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ ലാംഗ്വേജ്. പിന്നീട് മറ്റ് ഭാഷകളും ഓൾഡ് ഇംഗ്ലീഷിനെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. ലാറ്റിൻ എൻറ്റേർഡ് ഇംഗ്ലീഷ് വെൻ ക്രിസ്ത്യൻ മിഷണറീസ് കെയിം ടു ബ്രിട്ടൻ ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് വേർഡ്സ് റിലേറ്റഡ് ടു റിലീജിയൻ, എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ്. ക്രിസ്ത്യൻ മിഷണറിമാർ ബ്രിട്ടനിലെത്തിയപ്പോൾ ലാറ്റിൻ ഭാഷയിൽ നിന്നുള്ള മതം, വിദ്യാഭ്യാസം, പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് കടന്നു വന്നു. ലേറ്റർ വൈക്കിങ്സ് ഇൻവാഡഡ് ഇംഗ്ലണ്ട് ആൻഡ് ബ്രോഡ് ഓൾഡ് നോർസ്. പിന്നീട് വൈക്കിങ്സ് ഇംഗ്ലണ്ട് ആക്രമിക്കുകയും ഓൾഡ് നോർസ് ഭാഷയുടെ സ്വാധീനം ഉണ്ടാവുകയും ചെയ്തു. മെനി കോമൺ വേർഡ്സ് ലൈക്ക് സ്കൈ, ടേക്ക്, ഗിവ്, ലോ, ദേ, ദം ആൻഡ് ദെയർ കെയിം ഫ്രം സ്കാൻഡിനേവിയൻ ലാംഗ്വേജസ്. അതായത്
സ്കൈ, ടേക്ക്, ലോ, ദേ, ദെം, ദെയർ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ സ്കാൻഡിനേവിയൻ ഭാഷകളിൽ നിന്നാണ് ഇംഗ്ലീഷിലേക്ക് വന്നത്. ഓൾദോ ഇംഗ്ലീഷ് ബോറോഡ് മെനി വേർഡ്സ്, ഇറ്റ്സ് ബേസിക് ഗ്രാമർ ആൻഡ് സ്ട്രക്ചർ റിമൈൻ ജർമ്മനിക്. ഇംഗ്ലീഷിലേക്ക് ഒരുപാട് വാക്കുകൾ കടമെടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാന ഗ്രാമറും സ്ട്രക്ചറും ഒരു ജർമ്മനിക് നേച്ചർ നിലനിർത്തി എന്നാണ് പറയുന്നത്. A major turning point in the history of English was the Norman Conquest of 1066. 1066 നോർമൻ അധിനിവേശം ഇംഗ്ലീഷിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു. വില്യം ഡ്യൂക്ക് ഓഫ് നോർമൻഡി ഡിഫീറ്റഡ് കിങ് ഹാരൾഡ് സെക്കൻഡ് ആൻഡ് became the king of England. After this, French became the language of the royal court, government, law and upper class, while ordinary people continued to speak English. വില്യം ഓഫ് നോർമൻഡി ഇംഗ്ലണ്ടിൻ്റെ രാജാവായതോടെ ഫ്രഞ്ച് രാജകീയ കോടതി, സർക്കാർ, നിയമം, ഉന്നതവർഗം എന്നിവരുടെ ഭാഷയായിട്ട് മാറി. സാധാരണ ജനങ്ങൾ ഇംഗ്ലീഷ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. തൗസൻഡ്സ് ഓഫ് ഫ്രഞ്ച് വേർഡ്സ് എൻറ്റേർഡ് ഇംഗ്ലീഷ്, എസ്പെഷ്യലി ഇൻ ഏരിയാസ് സച്ച് എസ് ഗവൺമെൻറ്, ലോ, എഡ്യൂക്കേഷൻ, ഫാഷൻ, ലിറ്ററേച്ചർ ആൻഡ് ഫുഡ്. അപ്പോൾ ഒരുപാട് ഫ്രഞ്ച് വേർഡ്സ്, ആയിരക്കണക്കിന് ഫ്രഞ്ച് വേർഡ്സ് ഇംഗ്ലീഷിലേക്ക് എൻറ്റർ ചെയ്യാൻ തുടങ്ങി. അതായത് ഗവൺമെൻറ്, ലോ, എഡ്യൂക്കേഷൻ, ഫാഷൻ, ലിറ്ററേച്ചർ, ഫുഡ് മേഖലകളിലുള്ള ആയിരക്കണക്കിന് ഫ്രഞ്ച് വാക്കുകളാണ് ഇംഗ്ലീഷിലേക്ക് കടന്നു വന്നത്. Words like government, parliament, justice, church, beauty, fashion and army became part of English. At the same time, English grammar became simpler. ഗവൺമെൻറ്, പാർലമെൻറ്റ്, ജസ്റ്റിസ്, ജഡ്ജ്, ബ്യൂട്ടി, ഫാഷൻ, ആർമി തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ഈ കാലഘട്ടത്തിലാണ് ചേർന്നത്. അതോടൊപ്പം ഇംഗ്ലീഷ് ഗ്രാമർ കുറച്ചും കൂടെ സിമ്പിളാവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ദിസ് പീരിയഡ് ഈസ് നോൺ ആസ് മിഡിൽ ഇംഗ്ലീഷ്. ഈ കാലഘട്ടത്തെയാണ് മിഡിൽ ഇംഗ്ലീഷ് എന്ന് വിളിക്കുന്നത്. ചോസറിൻ്റെയൊക്കെ കാലഘട്ടമാണ് മിഡിൽ ഇംഗ്ലീഷ്. അറൗണ്ട് 1500 AD മോഡേൺ ഇംഗ്ലീഷ് ബിഗാൻ. 1500 AD കൂടെ മോഡേൺ ഇംഗ്ലീഷ് ആരംഭിച്ചു. സെവറൽ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ചേഞ്ച് ദ ലാംഗ്വേജ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. ഈ കാലഘട്ടത്തിൽ നിരവധി പ്രധാന സംഭവങ്ങൾ ഇംഗ്ലീഷിനെ മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്, ഇംഗ്ലീഷ് ലാംഗ്വേജിനെ. ദ റെനൈസൻസ് ബ്രോട്ട് ന്യൂ ഐഡിയാസ് ഇൻ സയൻസ്, ലിറ്ററേച്ചർ, ഫിലോസഫി ആൻഡ് ആർട്ട്. ആസ് എ റിസൾട്ട് മെനി വേർഡ്സ് വർ ബോറോഡ് ഫ്രം ലാറ്റിൻ ആൻഡ് ഗ്രീക്ക്. അതായത് റിനൈസൻസ് ശാസ്ത്രം, സാഹിത്യം, കല, തത്വചിന്ത എന്നിവയിൽ പുതിയ അറിവുകൾ നൽകി. അതിനാൽ ലാറ്റിൻ, ഗ്രീക്ക് ഭാഷകളിൽ നിന്ന് നിരവധി പുതിയ വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ദ ഇൻവെൻഷൻ ഓഫ് ദ പ്രിൻറ്റിംഗ് പ്രസ് ബൈ വില്യം കാക്സ്റ്റൺ ഇൻ 1476 ഹെൽപ്ഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. 1476 വില്യം കാക്സ്റ്റൺ അച്ചടിയന്ത്രം കൊണ്ടുവന്നു, പ്രിൻറ്റിംഗ് പ്രസ്. ഇംഗ്ലീഷ് അക്ഷരവിന്യാസവും അതുപോലെ ഗ്രാമറും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇത് ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്, ഇംഗ്ലീഷ് സ്പെല്ലിങ്ങും ഗ്രാമറും. Another important change was the great vowel shift which changed the pronunciation of long vowels. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ്, അതായത് പ്രൊനൗൺസിയേഷനിൽ, ഉച്ചാരണത്തിൽ ഇത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അതുപോലെ വവൽസിൻ്റെ കാര്യത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. This is one reason why English spelling and pronunciation are often different today. Writers such as William Shakespeare also enriched English by introducing many new words and expressions. അതായത് വില്യം ഷേക്സ്പിയർ പോലുള്ള എഴുത്തുകാർ പുതിയ വാക്കുകളും പ്രയോഗങ്ങളും സൃഷ്ടിച്ച് ഇംഗ്ലീഷ് ഭാഷയെ കൂടുതൽ സമ്പന്നമാക്കി. ഇംഗ്ലീഷ് സ്പ്രെഡ് അക്രോസ് ദ വേൾഡ് ബിക്കോസ് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വ്യാപനത്തോടൊപ്പം ഇംഗ്ലീഷ് ലോകമെമ്പാടും പ്രചരിച്ചു. ആസ് Britain established colonies in Asia, Africa, America and Oceania, English became the language of administration, education, law, trade and communication. ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക, ഓഷ്യാനിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ ബ്രിട്ടൻ കോളനികൾ സ്ഥാപിച്ചപ്പോൾ ഭരണത്തിൻ്റെയും വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും നിയമത്തിൻ്റെയും അതുപോലെ വ്യാപാരത്തിൻ്റെയും ഒക്കെ
ഭാഷയായിട്ട് ഇംഗ്ലീഷ് മാറി എന്നാണ് പറയുന്നത്. ഓവർ ടൈം ഇംഗ്ലീഷ് ഡെവലപ്ഡ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. പിന്നീട് വിവിധ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ദിസ് ലെഡ് ടു ദ ഐഡിയ ഓഫ് വേൾഡ് ഇംഗ്ലീഷസ് ഇൻക്ലൂഡിങ് ഇന്ത്യൻ ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്, കനേഡിയൻ ഇംഗ്ലീഷ്, നൈജീരിയൻ ഇംഗ്ലീഷ് ആൻഡ് സിംഗപ്പൂർ ഇംഗ്ലീഷ്. പിന്നീട് വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യൻ ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്, കനേഡിയൻ ഇംഗ്ലീഷ്, നൈജീരിയൻ ഇംഗ്ലീഷ്, സിംഗപ്പൂർ ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള പുതിയ രൂപങ്ങൾ വികസിച്ചു. ഇതാണ് വേൾഡ് ഇംഗ്ലീഷ് എന്ന ആശയം. ഇൻ ഇന്ത്യ ഇംഗ്ലീഷ് ബിക്കം ഇമ്പോർട്ടൻറ്റ് ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇംഗ്ലീഷ് ഒരു പ്രധാനപ്പെട്ട ഭാഷയായിട്ട് മാറിയത്. ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻട്രൊഡ്യൂസ്ഡ് ഇംഗ്ലീഷ് ആൻഡ് ലേറ്റർ മെക്കോളാസ് മിനിറ്റ്സ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിഷ്ഡ് ഇൻ 1835 പ്രൊമോട്ടഡ് ഇംഗ്ലീഷ് ആസ് ദ മീഡിയം ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലീഷ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. തുടർന്ന് മെക്കോളയുടെ മിനിറ്റ് 1835 ആണത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷിനെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഷയാക്കി മാറ്റി. വുഡ്സ് ഡെസ്പാച്ച് had published in 1854 further expanded English education by recommending universities and modern schools. വുഡ്സ് ഡിസ്പാച്ച് സർവകലാശാലകളും ആധുനിക വിദ്യാഭ്യാസവും വികസിപ്പിക്കാൻ ശുപാർശ ചെയ്തു. After India gained independence in 1947, English continued as an associate official language along with Hindi. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഹിന്ദിയോടൊപ്പം ഇംഗ്ലീഷ് ഒരു അസോസിയേറ്റ് ആയിട്ടുള്ള ഔദ്യോഗിക ഒരു ഒഫീഷ്യൽ ഭാഷയായിട്ട് തുടർന്നു എന്നാണ് പറയുന്നത്. Today, English is widely used in education, government, law, science, medicine, business, information, technology and communication. ഇന്ന് വിദ്യാഭ്യാസം, ഗവൺമെൻറ്, നിയമം, ശാസ്ത്രം, ചികിത്സ, ബിസിനസ്, IT, കമ്മ്യൂണിക്കേഷൻ ഫീൽഡ് തുടങ്ങിയിട്ടുള്ള ഫീൽഡുകളിലൊക്കെ ഇംഗ്ലീഷ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ ആക്ട് ആസ് എ ലിങ്ക് ലാംഗ്വേജ് ബിറ്റ്വീൻ പീപ്പിൾ ഹൂ സ്പീക്ക് ഡിഫറെൻറ്റ് ഇന്ത്യൻ ലാംഗ്വേജസ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്ക് ലാംഗ്വേജ് കൂടിയാണ് ഇന്ന് ഇംഗ്ലീഷ്. The worldwide use of English gave rise to the concept of world Englishes. ലോകമെമ്പാടുള്ള ഇംഗ്ലീഷിൻ്റെ വ്യാപനം വേൾഡ് ഇംഗ്ലീഷസ് എന്ന ആശയത്തിന് വഴിവെച്ചു. ലിംഗ്വിസ്റ്റ് ബ്രാജ്ബി കച്ച്റു explained this through his 3 circles of English. The inner circle includes countries where English is the first language, such as the UK, USA, Canada, Australia and New Zealand. ഈ ഭാഷാശാസ്ത്രജ്ഞനായിട്ടുള്ള ബ്രജ്ബി കച്ച്റു തൻ്റെ 3 സർക്കിൾസ് ഓഫ് ഇംഗ്ലീഷ് എന്ന മാതൃകയിലൂടെ ഇത് വിശദീകരിച്ചു. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇന്നർ സർക്കിൾ. ഇംഗ്ലീഷ് മാതൃഭാഷയായിട്ടുള്ള രാജ്യങ്ങൾ UK, USA, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. ദ ഔട്ടർ സർക്കിൾ includes former British colonies like India, Pakistan, Nigeria and Singapore, where English is widely used as a second language. ഔട്ടർ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ, പാകിസ്ഥാൻ, നൈജീരിയ, സിംഗപ്പൂർ തുടങ്ങിയിട്ടുള്ള മുൻ ബ്രിട്ടീഷ് കോളനികളാണ്. ദ എക്സ്പാൻഡിങ് സർക്കിൾ ഇൻക്ലൂഡ്സ് കൺട്രീസ് സച്ച് as China, Japan and Brazil, where English is learned mainly as a foreign language. എക്സ്പാൻഡിങ് സർക്കിൾ ചൈന, ജപ്പാൻ, ബ്രസീൽ തുടങ്ങിയിട്ടുള്ള വിദേശ ഭാഷയായി ഇംഗ്ലീഷ് പഠിക്കുന്ന രാജ്യങ്ങളാണ്. Many scholars have debated the role of English after colonialism. കൊളോണിയലിസത്തിന് ശേഷം ഇംഗ്ലീഷിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് നിരവധി പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. Some believed English represented colonial power and reduced the importance of local languages. Others, such as Chinua Achebe, argued that English could be adapted to express local cultures and identities. അതായത് ചിലർ ഇംഗ്ലീഷിനെ കോളനി വാഴ്ചയുടെ പ്രതീകമായിട്ട് കണ്ടപ്പോൾ ചിനുവ അച്ചേബ പോലുള്ളവർ ഇംഗ്ലീഷിനെ ഒരു പ്രാദേശിക സംസ്കാരവും തിരിച്ചറിവും പ്രകടിപ്പിക്കുന്ന ഒരു ഭാഷയാക്കാമെന്ന് ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. Today,
മോസ്റ്റ് സ്കോളേഴ്സ് സപ്പോർട്ട് മൾട്ടിലിംഗ്വലിസം where people learn English while preserving their mother tongue. ഇന്ന് ഭൂരിഭാഗം സ്കോളേഴ്സ് പണ്ഡിതന്മാരും മൾട്ടിലിംഗ്വലിസം പിന്തുണക്കുന്നു എന്നാണ് പറയുന്നത്. ദിസ് അലോസ് പീപ്പിൾ ടു ബെനിഫിറ്റ് ഫ്രം ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് വിതൗട്ട് ലോസിങ് ദെയർ കൾച്ചറൽ ഐഡൻറ്റിറ്റി. അതായത് മാതൃഭാഷ സംരക്ഷിച്ചുകൊണ്ട്, മദർ ടങ് സംരക്ഷിച്ചുകൊണ്ട് ഇംഗ്ലീഷും പഠിക്കണം എന്നാണ് അവരുടെ നിലപാട്. ടുഡേ ഇംഗ്ലീഷ് ഈസ് ദ വേൾഡ്സ് ലീഡിങ് ഇൻ്റർനാഷണൽ ലാംഗ്വേജ്. ഇന്ന് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലോകത്തിലെ പ്രധാന ഒരു അന്താരാഷ്ട്ര ഭാഷയായിട്ട് മാറി. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷൻ, സയൻസ്, ടെക്നോളജി, ബിസിനസ്, ലോ, മെഡിസിൻ, ടൂറിസം, ഡിപ്ലോമസി, മീഡിയ ആൻഡ് ദ ഇൻ്റർനെറ്റ്. ഇന്ന് ഒരുപാട് മേഖലകളിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, ബിസിനസ്, നിയമം, ചികിത്സ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫീൽഡിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് കണ്ടിന്യൂസ് ടു ഗ്രോ ബൈ ആക്സെപ്റ്റിംഗ് ന്യൂ വേർഡ്സ് ആൻഡ് ഐഡിയാസ് ഫ്രം ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. വിവിധ സംസ്കാരങ്ങളിൽ നിന്ന് പുതിയ വാക്കുകളും ആശയങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ഇന്നും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ഷോസ് ദാറ്റ് ലാംഗ്വേജസ് ആർ ഓൾവേസ് ചേഞ്ചിങ് വിത്ത് സൊസൈറ്റി. From a small Germanic language spoken in Britain, English has grown into a truly global language that connects people from different countries and cultures. ചെറിയൊരു ജർമ്മനിക് ഭാഷയായിട്ട് ബ്രിട്ടനിൽ ആരംഭിച്ച ഇംഗ്ലീഷ് ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്ക് ലാംഗ്വേജ് ആയിട്ട്, ഒരു യഥാർത്ഥ ആഗോള ഭാഷയായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.